എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കീഴിൽ റെസ്പോൺസ് ആണ്. Yeah. അതായത് നമ്മുടെ എമ്പുരാൻ സിനിമയുടെ ഒഫീഷ്യൽ ടീസർ വന്നു. സോഷ്യൽ മീഡിയയിൽ പല രീതിയിലുള്ള റെസ്പോൺസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് നല്ല കൂട്ടക്കരച്ചിൽ പല സ്ഥലങ്ങളിൽ നിന്നും കേൾക്കാനുണ്ട്. ഉയർന്നു പൊങ്ങുന്നു. അത് നമുക്കറിയാം. ലാലേട്ടന്റെ സിനിമയുടെ എന്തെങ്കിലും ഒരു സംഭവം വന്നു, അത് നന്നായി വന്നു, അത് പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് കൂട്ടക്കരച്ചിലുണ്ടാവും. അതെ, സംഭവം ഭയങ്കര സൗണ്ട്. പക്ഷെ ആ സൗണ്ടിനേക്കാൾ അപ്പുറത്ത് വലിയൊരു മഴ. സംഭവം കണ്ണീരാണേ. കരഞ്ഞിട്ട് ഇതിനകത്ത് പറയാനുള്ള കാര്യം ഇത്രേ ഉള്ളൂ, കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതായത് ഈ ലാലേട്ടൻ ടീമും അല്ലെങ്കിൽ ലാലേട്ടൻ ഫാൻസ് കുറെ കാലമായിട്ട് ഇരുന്ന് കരയുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്. അവരുടെ കരച്ചിലും വേദനയും മാറണമെങ്കിൽ അത് കുറച്ച് കാലഘട്ടത്തിന്റെ തന്നെ ഉണ്ട്. അതെ, അതൊക്കെ ഒരുമിച്ച് അങ്ങ് കത്തിങ്ങ് വരും. അത് മുന്നിലൊന്നും അതെ, ആ തീന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ചിലപ്പോൾ പറ്റിക്കോളന്നില്ല. അതിന് ഇത്രയും വെള്ളം പോരാ, അതാണ് കുറച്ചും കൂടുതലായിട്ട് കരഞ്ഞു പെയ്യിപ്പിക്കണം, എന്നാലും അത് അണയുള്ളൂ. അതുകൊണ്ട് ആ തീന്റെ ചുറ്റുവട്ടത്തൊന്നും പോവാണ്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മാറി നിന്നോളൂ, അത് അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഇരിക്കട്ടെ, അതുപോലെ തന്നെ ആ കരച്ചിൽ അവിടെ ഉണ്ടാകുമ്പോഴാണല്ലോ അതിനൊരു വൈബ് വരുന്നത്. ഇത്തിരിടാൻ രണ്ട് ടീം വേണമല്ലോ, അതൊരു സത്യം. അതോടെ ഇരിക്കട്ടെ. എന്തായാലും കരച്ചിലിന്റെ പല വേർഷൻസ് ഉണ്ട്. ഒരു ടീം പറയുന്നത് KGF അതേപടി കോപ്പി അടിച്ചു വെച്ചിരിക്കുന്നു. അതവിടെ ഇരിക്കട്ടെ. അതിന് മുൻപ് പറയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ലാലേട്ടൻ്റെ ലുക്ക്, സ്റ്റൈലിഷ് ലുക്കിൽ വന്നത് തീരെ പോരാ, ആൾക്കിത് പറ്റുന്നേ ഇല്ല. അതാണ് ഒരു കരച്ചിൽ കേട്ടോ. ഒന്ന്. രണ്ടാമത്തത് ടീസർ പൊളിയാണ്, ഒരു രക്ഷയില്ല. എന്താ ഫ്രെയിം, എന്താ വിഷ്വൽസ്, എന്താണ് റിച്ച് സാധനം, ഹോളിവുഡ് ലെവല്. പക്ഷെ ഇതിനൊരൊറ്റ പോരായ്മയുള്ളൂ. ആരാ? ലാലേട്ടൻ. എങ്ങനെയുണ്ട്? വിചിത്രമായ കരച്ചിൽ. അല്ല, അതൊക്കെ മനസ്സിലാക്കാവുന്നുള്ളൂ, പറഞ്ഞു പോന്നോട്ടെ. പിന്നെ അതായത് നമ്മുടെ ഈ KGFന്റെ സംഭവം തന്നെ എന്തൊക്കെ പറയുന്നത് അറിയോ? ഒന്ന്, ഒരു വെപ്പൺ എടുത്ത് ഇങ്ങനെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ അത് KGF. ഇപ്പോൾ മാർക്കോ സിനിമ അല്ലേ, അതിൽ ആൾ കോട്ട് ഇട്ടുണ്ടായിരുന്നു, അത് KGF ആയി. ശരിക്കും കോട്ട് അല്ലെങ്കിൽ ഇതിന്റെ മൊത്തം പരിപാടി മാർക്കോയിൽ എന്താ ശരിക്കും അവർ ശ്രമിച്ചിട്ടുള്ളത് കൊറിയൻ ഫിലിംസിന്റെ സെയിം പരിപാടിയായിരുന്നു. അത് കൊണ്ടുപോയിട്ട് എന്നിട്ട് KGF ആക്കി. റോക്കി ബായുടെ റെഫറൻസ് പോലെ അല്ലെങ്കിൽ റോക്കി ബായിന്റെ കോപ്പി അടിച്ചു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു കോട്ട് ഇട്ട് അല്ലെങ്കിൽ ഒരു വെപ്പൺ പിടിച്ചു നിന്ന് അല്ലെങ്കിൽ ഒരു ഷോട്ട് അതുപോലെ വന്നു കഴിഞ്ഞാൽ അത് KGF ആണ്. പിന്നെ ഇത് കുറച്ച് ഡാർക്ക് മോഡിൽ തന്നെയാണല്ലോ ഇതിന്റെ കളർ ഗ്രേഡിങ്. ഡാർക്ക് പിടിച്ചോ, അതും KGF. ശരിക്കും ഡാർക്ക് എന്നുള്ളത് കൊണ്ട് മാത്രമൊന്നുമല്ല KGF. അതായത് കരിപുരണ്ട ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനഃപൂർവ്വം അതിനുള്ള മേക്കപ്പ് അങ്ങനെ ആയിരിക്കും. പിന്നെ കോസ്റ്റ്യൂമിൽ എടുക്കുന്ന കളേഴ്സ്, അങ്ങനത്തെ ഒരു കളേഴ്സ് ആയിരിക്കും. പിന്നെ ടോട്ടലി അങ്ങനത്തെ ഒരു ലൊക്കേഷൻ ആയിരിക്കും. അങ്ങനെ നമുക്കിത് ഫീൽ ചെയ്തിട്ടില്ല ഇതിനകത്ത്. ഇപ്പം പറഞ്ഞുതരാം. അല്ലെങ്കിൽ തന്നെ ഇപ്പം KGFിലെ നായകൻ യശ് ഒരു സ്യൂട്ട് യൂസ് ചെയ്തു അല്ലെങ്കിൽ ഒരു ഗണ്ണ് യൂസ് ചെയ്തു. ഈ സാധനം മറ്റുള്ള സിനിമകളൊന്നും വരാൻ പാടില്ല എന്ന് വല്ലതും ഉണ്ടോ? അതെ, അത് മാത്രല്ല, അങ്ങനെയാണ് ഈ KGFന്റെ കോപ്പില്ലേ. അതിന് മുൻപ് എത്ര കാലം മുമ്പ് ഇത് യൂസ് ചെയ്തിട്ടുണ്ടോ? പിന്നെ എത്രയോ ഇംഗ്ലീഷ് സിനിമകളിൽ വന്നിട്ടുള്ള സാധനമാണ് അതിനകത്ത് എടുത്തു കൊണ്ടിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അതും കോപ്പിയല്ലേ. പിന്നെ മലയാളത്തിൽ അതിന് മുൻപ് മലയാളത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഈ സാധനം. ഇത് ഇങ്ങനെ പിന്നെ അതാണ് നമ്മുടെ ഇതിനകത്ത് ഏതാണ് പടം? ചേട്ടാ പേര് മറന്നുപോയല്ലോ. അതവിടെ കരച്ചില്. ഇനി അടുത്തത് പറയാം. ലാലേട്ടന്റെ ലുക്കിന്റെ കാര്യം പറഞ്ഞു. ഈ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയില് ലാലേട്ടനെ നമ്മൾ കണ്ടിട്ടുള്ള, അതായത് സിനിമ തീരുന്നതിന്റെ ടൈലന്റിന് തൊട്ട് മുന്നേ വരെ നമ്മൾ ലാലേട്ടനെ കണ്ടിട്ടുള്ളത് വൈറ്റ് ആൻഡ് വൈറ്റില്, സാധാ കിടിലൻ ലുക്കില്. അതിനുശേഷം ടൈലന്റ് കാണിക്കുമ്പോ ലാലേട്ടന്റെ ലുക്ക് കണ്ടിട്ട് അന്തം വിട്ട് കുന്തം വിഴിഞ്ഞേക്കാത്ത ഏതെങ്കിലും മനുഷ്യന്മാരുണ്ടോ? അതായത് ഈ കിടിലൻ ലുക്ക് നമ്മൾ പറഞ്ഞല്ലോ സ്റ്റീഫന്റെ, അതിനേക്കാൾ അപ്പുറത്തുള്ള മാസ് എന്നൊക്കെ പറഞ്ഞ കോലമാസ ഐറ്റം ആ സമയത്ത്. ശരിക്ക് ആൾക്ക് ഈ സ്റ്റൈലിഷ് ലുക്കിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ ചേരുന്നത് നാടൻ ലുക്കാണ്, അത് സത്യം. പക്ഷേ സ്റ്റൈലിഷ് ലുക്കിൽ ചില സമയങ്ങളിൽ മോശമായിട്ടുണ്ട്. അത് പലരും അങ്ങനെ ആയിട്ടുണ്ട്. അത് സ്റ്റൈലിഷ് ലുക്കിൽ സൂപ്പർ എന്ന് പറയുന്ന പലരും സ്റ്റൈലിഷ് ലുക്കിൽ വന്നിട്ട് വളരെ കോമഡി ആയിട്ടുണ്ട്. അത് ഇപ്പോഴത്തെ നോക്കിയാൽ മതി പല സിനിമകളും. അപ്പോൾ അതുപോലെ ലാലേട്ടനുമായിട്ടുണ്ട്.
ഇപ്പോൾ സാഗർ ഇലിയാസ് ജാക്കി ആ രീതിയിലുള്ള ലുക്ക് ഉണ്ടല്ലോ, അതുപോലത്തെ ലുക്കൊന്നല്ല നമ്മൾ ഇതിൽ ശരിക്കും കണ്ടത്. ആ സാൾട്ട് ആൻഡ് പെപ്പർ ലുക്കും ഇവിടെ മാത്രം കൊടുത്തിട്ട് ആ താടിയുടെ ഷേപ്പ്, പിന്നെ ആ ഗ്ലാസ്, സൺഗ്ലാസ്, പിന്നെ ആ ലൊക്കേഷൻ ഫുൾ ബ്ലാക്ക് എല്ലാവരും. എന്നിട്ട് ആള് വന്ന് ഇറങ്ങുന്ന എൻട്രി ശരിക്കും അത് കുലുക്കിയതല്ലേ തിയേറ്റർ. പിന്നെ അതെന്തുകൊണ്ടാണ് ആ ലുക്ക് ആൾക്ക് നന്നായി ആപ്റ്റായി അടിപൊളി വന്നതുകൊണ്ടാണ്. ആ ലുക്ക് തന്നെ ശരിക്കും ഈ ടീസർ കണ്ടപ്പോൾ നമുക്ക് തോന്നിയ എന്താ അറിയോ, അതേ സാധനം തന്നെ. നമുക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു, അതായത് ടീസർ വരുന്നതിന് മുൻപ് വരെ ഫസ്റ്റ് ലുക്കിലൊന്നും നമുക്ക് തന്നതാണ് ഓക്കെ, പക്ഷേ അതിനേക്കാൾ അപ്പുറത്താണല്ലോ വീഡിയോ കണ്ടന്റ് കാണുമ്പോൾ ഫോട്ടോയേക്കാൾ. അപ്പോൾ വീഡിയോയിൽ വരുമ്പോൾ അത് ഇപ്പോൾ കുറച്ചൊക്കെ മെലിഞ്ഞിട്ടുണ്ട് ലാലേട്ടൻ, അന്നത്തെ പോലെയല്ല, കുറച്ചും കൂടിയും ആള് ഫിറ്റാണ്. അപ്പോൾ ആ ലുക്കിലേക്ക് വരില്ലേ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. എന്നാൽ അതേപടിയാണ് വന്നത്, മാറ്റമല്ല. അതാ പറഞ്ഞ കിട്ടില്ല, നമ്മൾ അത് കണ്ടു തീർത്ത് എവിടുന്നാണോ അതേപോലെ തന്നെ നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറ്റം പറയാൻ വേണ്ടിയിട്ടും കരച്ചിലിനും വേണ്ടിയിട്ടും പലതും പറയും, അത് അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് അതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. അതെ, പിന്നെ ഞങ്ങൾക്ക് ഇതിൽ ഒരു സംഭവം, അതായത് ജെന്യുവനായിട്ട് കുറേ സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യത്തിനെ കുറിച്ച് കൂടുതലായിട്ട് എഴുതി കണ്ടു, അത് ഞങ്ങൾക്കും തോന്നിട്ടോ. അതായത് അതിൽ വെപ്പൺ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആ സമയത്തുള്ള ഒരു പ്രശ്നമുണ്ട്. ആ വെപ്പൺ, അതായത് നമ്മുടെ ആ ബിഗ് ബിയിൽ നമുക്ക് ആ ഒറ്റ കൈ കൊണ്ട് ലോഡ് ചെയ്യുന്ന സാധനം, പേരെന്താ മറന്നുപോയി, ഡബിൾ ബാരലാണോ അത്? അല്ലല്ലോ, ഇങ്ങനെ ലോഡ് ചെയ്യുന്ന ആ ഒരു ഗണ്ണ്. ആ സാധനം പിടിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഉയർന്നു പൊന്തിയിട്ടാണ് അതിൻ്റെ ഗണ്ണിൻ്റെ പൊസിഷൻ കിടക്കുന്നത്. പിന്നെ ഈ സാധനം എടുത്ത്, അതായത് മുന്നിൽ നിന്നാണ് അതിൻ്റെ ഷോട്ട് വരുന്നത്, ആ സമയത്തൊന്നും പ്രശ്നമല്ല. പക്ഷേ ക്യാമറ ഫ്രണ്ടിൽ നിന്ന് മാറിയിട്ട് ഈ ഒരു ആംഗിളിലേക്ക് എത്തുന്ന സമയത്ത് താഴേക്ക് പോയിട്ടുണ്ട്. ഇത് സാധാരണ താഴെ നിന്ന് തന്നെയാണ് കൂടുതൽ ഷോട്ട് എടുക്കുക. പക്ഷേ ഈ സമയത്ത് ഈ വെപ്പൺ കുറച്ച് ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, അത് വലുപ്പം ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്ക് ഇങ്ങനെയുള്ള ഷോട്ട് എടുക്കുമ്പോൾ ഇത് ഒറിജിനൽ ഗണ്ണ് വെച്ചിട്ടല്ലല്ലോ അതൊന്നും ഷൂട്ട് ചെയ്യുന്നത്, ഇതിൻ്റെ ഡമ്മിയാണല്ലോ. അപ്പോൾ ശരിക്കും അതിൻ്റെ ഒരു വലുപ്പമുണ്ടല്ലോ കുറച്ചൊന്ന് ചെറുതായി കൊടുക്കണമായിരുന്നു, എന്നാലും അത് കറക്റ്റ് പിടിച്ച് കറക്റ്റ് കിട്ടുള്ളായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. പിന്നെ ആംഗിൾ തന്നെ ഭയങ്കര പ്രശ്നം, അത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ നിൽക്കുന്ന പോലെ അത് ഈ സാധനം തന്നെ തിരിഞ്ഞ് സൈഡിലേക്ക് വരുമ്പോൾ സ്റ്റില്ല് കണ്ടാ അറിയാം അതിൽ നല്ല അടിപൊളിയാണ്. പക്ഷെ വീഡിയോയിൽ വന്നപ്പോ മോശമായി പോയി. ആ സ്റ്റില്ല് നല്ല സൂപ്പർ ആയിട്ടാണ് നിൽക്കുന്നത്. മോശമായിട്ട് തോന്നുന്നില്ല. ആ സാധനം തന്നെ നേരെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് ആയപ്പോ അത് മോശമായിട്ട് തന്നെ ഫീൽ ചെയ്തു. പിന്നെ അതില് ചിലര് പറയുന്നൊരു സാധനം ഉണ്ട്, ആൾക്ക് സ്വാഗില്ല, മുഖത്തൊരു എക്സ്പ്രഷൻ ഇല്ല, ഇത് വെച്ചത് അതിന്റെ ആവശ്യമില്ല, അങ്ങനെയല്ല ലൂസിഫറിന് അതിൽ ഒരുക്കിയിട്ടുള്ളത്. അതായത് ഇതൊക്കെ സംശയം എന്ത്, ഇതൊക്കെ ആൾക്ക് സില്ലി എന്നുള്ള രീതിയിലാണ് ആ ക്യാരക്ടർ. അപ്പൊ അത് ആള് സിമ്പിൾ ആയിട്ട്, അതായത് ശരിക്കും ബിഗ് ബിയിലെ ആ ഒരു സാധനം തന്നെയാണ്, അത് ലൂസിഫറിലും അങ്ങനെ തന്നെയാണ്. ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് ആളെല്ലാം അതിനെ എന്തിനും കൈകാര്യം ചെയ്യാം, നേരിടുന്നത് അങ്ങനെയായിരിക്കും. അപ്പോൾ ഈ സാധനം അങ്ങനെ തന്നെയാണ്. ഇത് വെച്ച് ഫയർ ചെയ്യുന്നതിൽ ഇയാൾക്ക് ഒരു ഹെവിനെസ്സും ഇല്ല, അതൊന്നും ഒരു പ്രശ്നമല്ല, അത് അങ്ങനെ തന്നെയാണ് ക്യാരക്ടർ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. പക്ഷെ മറ്റേത് ഏത് ഒന്ന് പൊസിഷൻ, ഏത് ക്യാമറ ആംഗിൾ ചെറിയൊരിതായിട്ട് തോന്നി, പിന്നെ വെപ്പന്റെ വലുപ്പം അതൊന്ന് കുറച്ച് കുറക്കായിരുന്നു. ഇതിനകത്ത് ഒരൊറ്റ കാര്യം, അധോലോക ഡീലർ ആയിട്ടുള്ള അബ്രാം ഖുറേഷി, അതും വെപ്പൺ ഡീലർ, അയാൾക്ക് യൂസ് ചെയ്യാൻ അറിയാത്ത ഏത് വെപ്പണുള്ള അതെടുത്തിട്ട് ഇങ്ങനെ മുഖത്ത് എക്സ്പ്രഷൻ ഇടേണ്ട ആവശ്യമൊന്നുമില്ല, സിമ്പിൾ ആയിട്ട് എടുത്തിട്ട് രണ്ടടി അടിച്ചിട്ടൊക്കെ പോകും. പിന്നെ അത് മാത്രല്ല, ആ ഷോട്ടിലുള്ളത് ഇങ്ങനെ വന്ന് കഴിഞ്ഞതിന് ശേഷം അടുത്തതിലാണ് അത് ലോഡ് ചെയ്യുന്നത്. അതിന് മുൻപ് വരെ അത് ഫയർ ചെയ്യാതെ എയിം ചെയ്യുന്ന സാധനമാണ്, എയിം ചെയ്യുന്ന ഷോട്ടാണ് വെച്ചിട്ടുള്ളത്. ആ സമയത്ത് എന്തിനാണ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഫയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാക്ക് ആക്ഷനൊക്കെ വരുമല്ലോ, ആ സാധനത്തിനൊന്നും ഒരു റിയാക്ഷൻ ഇടേണ്ട കാര്യമില്ല, കാരണം അത് അവിടെ യൂസ് ചെയ്തിട്ടില്ല, ആളങ്ങ് വെച്ച് പിടിക്കുന്നേ ഉള്ളൂ. അത്രയ്ക്കും ഭീകരനാണ് അയാളെ എന്തിന് പിന്നെ ഈ ഫസ്റ്റ് ടൈം ഈ സാധനം എടുത്ത് ഉപയോഗിക്കുന്ന ആളെ പോലെ എക്സ്പ്രഷൻ ഇടേണ്ട ആവശ്യമില്ല, അത്രയ്ക്കും ഡീൽ ചെയ്യുന്ന ആളാണ്. പിന്നെ അല്ലെങ്കിൽ ക്യാരക്ടർ അത്രയും എക്സ്പ്രസീവ് ആണ്, അങ്ങനത്തെ ക്യാരക്ടർ അല്ലത്, പതിഞ്ഞു നിൽക്കും, അങ്ങനത്തെ ക്യാരക്ടറാണ്. സംസാരത്തിൽ പോലും നമുക്കറിയാം ലൂസിഫറിന്റെ, അതായത് ഡയലോഗിൽ പോലും ഉള്ളിലേക്ക് വലിഞ്ഞുകൊണ്ടുള്ള ഒരു സംസാരം, അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉള്ള ആളാണ്. ആ ക്യാരക്ടർ അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ യൂസ് ചെയ്യുള്ളൂ. ഇനിയിപ്പം കുറ്റം പറയുന്നവർക്ക് ഇത് തന്നെ നമുക്ക് ഇടയ്ക്ക് പറയാനുള്ള സാധനം, പറയുന്നവർക്ക് എന്തും പറഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷേ ഇന്നലെ കൊണ്ടുവന്ന സാധനം തീപ്പൊരി ആയിട്ടാണ്. ശരിക്കും മലയാളികൾ എന്നുള്ള രീതിയിൽ നമ്മൾ ശരിക്കും എന്തിനാണ് ഇങ്ങനെ
ഇത് അവരുടേത്, ആ ഇത് ഇവരുടേത് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മാറി നിൽക്കേണ്ട കാര്യം എന്താ? അതും ഇതൊക്കെ അങ്ങ് ഒരുമിച്ച് അങ്ങ് ആസ്വദിച്ചൂടെ, ആഘോഷിച്ചൂടെ? ഇനിയിപ്പോ അങ്ങനെ തന്നെയാണെന്ന് തന്നെ വെച്ചോ. ഇപ്പൊ KGF തന്നെയാണ് അത്. ഇപ്പം പൃഥ്വിരാജ് തന്നെ പറയുന്നുണ്ട്. അല്ല, ഞാനതല്ല ഉദ്ദേശിച്ചത്. അതായത് ഇത് മമ്മൂട്ടിയുടെ, എന്നിട്ട് അവര് ഇത് എൻജോയ് ചെയ്യാറ്. രണ്ടുപേരും മലയാളികളാ, രണ്ട് ടീമും നമ്മുടെ സിനിമ ആഘോഷിക്കേണ്ട ആൾക്കാരാ. ഒന്ന് ചിന്തിച്ചോണം. അത് എന്നിട്ട് ഇരുന്ന് അത് അവരുടേത് എന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കുന്ന എന്താ ആവശ്യമുള്ളൂ? കിട്ടുന്നത് മൊത്തം വാരി വലിച്ച് തിന്ന് എൻജോയ് ചെയ്യാൻ നോക്കി. അല്ല, ഇതിനകത്ത് ഇപ്പൊ ഞാൻ നേരത്തെ പറയാൻ വന്നത് ഇത് തന്നെയാണ്. അതായത് KGF ആണെന്ന് പറയുന്ന ആൾക്കാരോട് പൃഥ്വിരാജ് എന്ന് പറഞ്ഞിട്ട് KGF എന്ന് പറഞ്ഞാൽ ഒരു ശരിക്കും ബെഞ്ച് മാർക്കായിരുന്നു. അതായത് സൗത്ത് ഇന്ത്യൻ സിനിമേന്റെ നമുക്കും ഇങ്ങനെ ചെയ്യാം എന്നുള്ള സംഭവം എല്ലാ ഇൻഡസ്ട്രിക്കും കാണിച്ചു തന്ന സംഭവമാണ്. അപ്പോൾ ആ കാണിച്ചു തന്നതിനകത്ത് നിന്ന് ഇൻസ്പയർ ആയിട്ട് വേറെ ഇൻഡസ്ട്രി ചെയ്യുന്നതിന് എന്ത് തെറ്റാ ഉള്ളത്? സംഭവം KGF ഇൻസ്പയർഡ് ആണ്. അതെ, ഇനി KGF നിന്ന് നമ്മൾ ഇൻസ്പയർഡ് ആയാലും അത് ഒരിക്കലും അതിനെ കരച്ചിലിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം അത് സംഭവിക്കും. ഇനി എങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള സിനിമ ചെയ്ത് കഴിഞ്ഞാലും അതല്ലേ എന്ന് ചോദ്യം വരും, അത് ഉറപ്പാണ്. പക്ഷെ അത് നമ്മൾ ഉൾക്കൊള്ളണം. എന്ത്, അത് കരയാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടതല്ല. ഏത് അതും അങ്ങനെയാണ്, ഇതും ഇങ്ങനെയാണ്. സിനിമ പറയുമ്പോൾ ഏതാണ്ട് ചില സാധനങ്ങളൊക്കെ സാമ്യത ഉണ്ടാവും. അതാണ്. എന്താണെങ്കിലും നമുക്ക് താർക്കാനുള്ള സാധനം കിട്ടിയിട്ടുണ്ട്. കരയുന്നവർ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കും, നമ്മളിവിടെ പൊളിച്ചുകൊണ്ടിരിക്കും. അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും അപ്പൊ പിന്നെ ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.